കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ നടി ദിവ്യ ഉണ്ണി, നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഗിന്നസ് ഭരതനാട്യം പരിപാടിയുടെ പേരിൽ 12,000 നർത്തകരിൽ നിന്ന് 6 കോടിയിലധികം രൂപ പിരിച്ചെടുത്തെന്നാണ് കരുതുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ 12,000-ഓളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട് അതുകൊണ്ടാ. ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഇത് കണക്കുക. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. ഒരു സാരിയുടെ വില 390 രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. സുഹൃത്തുക്കളെ, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അപ്പോ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1,600 മൈനസ് 390, 1,210 രൂപ. ഒരു സാരിക്ക്, സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ്. കള്ളന്മാരുടെ ലോകത്തൊരു വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊരു കൊള്ള നൃത്തമാകുന്നത്? പങ്കെടുത്തവരുടെ എണ്ണം 11,600. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം 1,210. 11,600 ഗുണം 1,210 is equal to ആകെ ലാഭം 1,40,36,000 രൂപ. അതേടാ, സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ. നീ കുറെ നേടുന്നുണ്ടല്ലോ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ 1.5 കോടി രൂപ വേണം. സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും. എന്താ ചോദിച്ചത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. ദിവ്യ ഉണ്ണി ഒഴിച്ച് 11,599 പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം 4,05,96,500 രൂപ. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിച്ച പോലെയായി. അങ്ങനെ മൊത്തം കൊള്ള ലാഭം 5,46,32,500 രൂപയാണ്. ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതൊരു മെഗാ ഭരതനാട്യമല്ല, ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തം. പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന്. പോലീസിന്റെ നടപടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി എന്നുള്ള വിവരം വരികയാണ്. ഞാൻ പോകുന്നു. ബൈ.